ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. റാബീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ടക്കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോഴേക്കും അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 5 അല്ലി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചെറുതായി ഒന്ന് വഴന്നു വരുമ്പോഴേക്കും ഞാൻ അതിലേക്ക് 2 പച്ചമുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് ഈ സമയം ചേർത്ത് കൊടുക്കാവുന്നതാണ്. അത്യാവശ്യം എരിവുള്ളത് കൊണ്ട് തന്നെ ഞാൻ 2 പച്ചമുളക് ഇതിൽ ചേർത്തിട്ടുള്ളൂ. പിന്നീട് ഞാൻ ഇതിലേക്ക് 1 കപ്പ് ചെറിയ ഉള്ളി കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനി ചെറുതായി ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയൊക്കെ ചെറുതായി ഒന്ന് വഴന്നു കഴിഞ്ഞാൽ പിന്നെ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ 1/2 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ പൊടികളുടെയൊക്കെ സ്മെല്ലൊന്ന് മാറ്റിയെടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഇതിലേക്ക് 2 കപ്പ് അളവിൽ ചൂടുവെള്ളം കൂടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ വെള്ളവും ഉള്ളിയും ഒക്കെ ഒന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഈ വെള്ളം നല്ലതുപോലെ തിളയ്ക്കാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. ഈ സമയം കൊണ്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. 1/2 കപ്പ് തേങ്ങയിലേക്ക് 1 ടീസ്പൂൺ വലിയ ജീരകം കൂടി ചേർത്തിട്ട് അല്പം വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ തേങ്ങ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇതേ സമയം തന്നെ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ള വെള്ളവും നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 4 മുട്ടയാണ് ഞാൻ പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് 3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ മുട്ട നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ മുട്ടയൊക്കെ ഒന്ന് തിരിച്ചിട്ടതിന് ശേഷം 1 മിനിറ്റ് കൂടി ഒന്ന് തിളയ്ക്കാനായി അനുവദിക്കണം. 1 മിനിറ്റ് ഒന്നുകൂടി ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ തേങ്ങയുടെ കൂട്ടുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ സമയം ആവശ്യത്തിനുള്ള ചൂടുവെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് അങ്ങ് തിളയ്ക്കാനായി അനുവദിക്കരുത്. ഈ സമയം ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ഉപ്പ് ചേർക്കാവുന്നതാണ്. ഇതെല്ലാം കൂടി ഒന്ന് നന്നായി മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടി ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ മുട്ടക്കറി അപ്പത്തിനും ഇടിയപ്പത്തിനും ചപ്പാത്തിക്കും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുതേ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് മറക്കാതെ ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.